മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ദ സൈലൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയും. ഇവർ സൈലൻ്റായിട്ട് നമ്മളോട് മത്സരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൊളീഗായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കാം, റിലേറ്റീവ് ആയിരിക്കാം, ആരുമാകാം. ഈവൻ ഭാര്യയോ ഭർത്താവോ ആകാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഈ സൈലൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാരാകുമ്പോൾ ഇവർക്ക് എല്ലാ രഹസ്യങ്ങളും നമ്മുടെ അറിയാവുന്നവരാണ്, നമ്മുടെ സ്ട്രെങ്ത്സ് അറിയാവുന്നവരാണ്, വീക്ക്നെസ്സുകൾ അറിയാവുന്നവരാണ്. നമ്മുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്ട്രെങ്തുകളെ കൊന്നു കളഞ്ഞ് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ ഇവർ തക്കം പാർത്ത് നമ്മുടെ ഒപ്പം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഇവർ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇവർ നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ വീണ് തകർന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇവർ നമ്മളുമായി കോമ്പീറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു കാര്യം. നമുക്കൊരു നേട്ടം ഉണ്ടായെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നേട്ടത്തിൻ്റെ കാര്യത്തെപ്പറ്റി ആയിരിക്കില്ല പറയുന്നത്. അവരെന്താ പറയുന്നത് ചോദിച്ചാൽ അവർക്കുണ്ടായ ഒരു നേട്ടത്തിനെക്കുറിച്ചോ അവരുടെ ഒരു മേന്മയെക്കുറിച്ചോ അവരുടെ ഒരു സ്കില്ലിനെക്കുറിച്ചോ ആയിരിക്കും അവർ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം അപ്പാടെ അവിടെ അവരെ ഇറേസ് ചെയ്തങ്ങ് കളഞ്ഞിട്ട് പിന്നെ അവർ സംസാരിക്കുന്നത് അവരെക്കുറിച്ചായിരിക്കാം. നമുക്കെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നാം. ആ അസ്വസ്ഥത നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ഫീൽ ചെയ്താലും നമ്മളോട് അംഗീകരിക്കുകയോ തിരിച്ചറിയുകയോ നമ്മൾ ചെയ്യാതെ നമ്മൾ അവരോട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ നമ്മളങ്ങ് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് അഗ്രസീവായിട്ടുള്ള ആൾക്കാരെ പോലെ ഇവരും അങ്ങ് മുന്നോട്ടങ്ങ് പോകും. നമുക്കിവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. ഈ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുമായിട്ട് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അവസരത്തിൽ ഇവർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ തകർക്കും. കാരണം ഇവർക്ക് നമ്മുടെ വീക്ക്നെസ്സുകൾ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കേൾക്കുന്ന ഈ വ്യക്തികളെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഡെയിലി ബേസിസ് നമ്മൾ കാണുന്നതായിരിക്കാം. പക്ഷേ ഇവിടെയെല്ലാം ഇതിനെ നമ്മൾ നിസ്സാരമായി കണ്ട് ഇവർ ഇന്ന് നന്നാവും നാളെ നന്നാവും, അല്ലെ അവർ പാവമല്ലേ വിക്ടിമല്ലേ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഇവരെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ പാരസൈറ്റുകൾ, ഇത്തിൾ കണ്ണികൾ, ഈ അട്ടകൾ നമ്മളിലേക്ക് വള്ളി ചുറ്റി ചുഴിഞ്ഞ് കയറി നമ്മളിലെ ഈ എനർജി എന്ന് പറയുന്നത് ഊറ്റിക്കുടിച്ച് അവർ ജീവിച്ച് നമ്മളെ ഒരു ചണ്ടിയായിട്ട് പുറത്ത് കളയുകയോ അതല്ലെങ്കിൽ നമ്മളെ ഒരു ഇല്ലാതാക്കി കളയുകയോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവർ നമ്മളെ തന്നെ ഇല്ലാതാക്കും. നമ്മൾ എത്ര എനർജറ്റിക് ആണെങ്കിലും എത്ര സ്ട്രോങ് ആണെങ്കിലും ഇവരെത്ര കാലം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇല്ലാതായിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്.